വേറൊരു രഹസ്യമുണ്ട്. ജാനകിയമ്മയുടെ ഹൃദയം മുഴുവൻ ദുഃഖമാണ്. സംഗീതരംഗത്തെ മികച്ച സംഭാവനകൾ മാനിച്ച് രാജ്യം പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മശ്രീ നൽകി ആദരിച്ചു. കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി സംഗീത പുരസ്കാരം തുടങ്ങി എണ്ണമറ്റ ബഹുമതികൾ ഏറ്റുവാങ്ങിയ കേരള സർവകലാശാലയിലെ സംഗീത വിഭാഗം മേധാവിയായിരുന്ന പ്രശസ്ത കർണാടക സംഗീതജ്ഞയും അധ്യാപികയുമായ പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് സാംസ്കാരിക മന്ത്രി പാടുന്നത് നിങ്ങൾ കേട്ടു. നമുക്ക് പാടുന്ന മന്ത്രിയെ, സാംസ്കാരിക മന്ത്രിയെ കിട്ടുന്ന ആദ്യമായിട്ടുണ്ട്. അദ്ദേഹം ഏത് പ്രസംഗത്തിലും ഒരു പാട്ടെങ്കിലും പാടും. അത് കൃത്യമോ ആയിരിക്കും. അത് പാട്ടുകാരുടെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ ആ സാംസ്കാരിക മന്ത്രി പദം. ഇനി ജാനകിയമ്മയിലേക്ക്. 1938 ജനനം, 2026 മരണം, 88 വയസ്സ്. വളരെ ബാല്യത്തിൽ തന്നെ ജാനകി സംഗീതത്തോട് വളരെ പ്രത്യേകത കാണിച്ചിരുന്നു. അവരുടെ അച്ഛൻ രാമമൂർത്തി ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു. അവരുടെ സംഗീത സപര്യയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു ചന്ദ്രശേഖരൻ. അത് അമ്മാവനായിരുന്നു. അപ്പം അമ്മാവനാണ് ജാനകിയിലെ ആ അഭിരുചി, സംഗീതാഭിരുചി കണ്ടുപിടിച്ചത് അമ്മാവനാണ്. 10 വയസ്സായപ്പോൾ ഒരു നാഗസ്വര വിദ്വാൻ്റെ അടുത്തേക്ക് പോയി ശിഷ്യത്വം സ്വീകരിച്ചു. അന്ന് 10 വയസ്സ്. അപ്പോൾ ജാനകിയുടെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഗുരു പറഞ്ഞത്, നാഗസ്വര വിദ്വാൻ പറഞ്ഞത്, ഈ കുട്ടിക്ക് ആദ്യത്തെ പ്രിലിമിനറി ആയിട്ടുള്ള പാഠമൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സാധാരണ ആരോഹണം അവരോഹണം മായാമളകളുടെ പിന്നെ ബാക്കിയുള്ള കുറേ പാഠങ്ങളുണ്ട്, പ്രിലിമിനറി ലെസൺസ് എന്ന് പറഞ്ഞ്. ഇതൊന്നും ഈ കുട്ടിയെ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ആദ്യമായിട്ട് പഠിപ്പിച്ച് നഗുമോമു ഗന്നലെ, ആഭേരി രാഗത്തിലുള്ള നഗുമോമുവാണ്. പക്ഷേ ആ പഠനം 1 വർഷമേ നീണ്ടു എന്നുള്ളൂ. നാഗസ്വര വിദ്വാൻ മരിച്ചുപോയി. പക്ഷെ അതുകൊണ്ട് ജാനകിയമ്മയ്ക്കൊരു വലിയ ഗുണമുണ്ടായി. അവർ പാടിത്തുടങ്ങിയ അവസരത്തിൽ ആണ് കൊഞ്ചും ചിലങ്കി എന്നൊരു സിനിമ വരുന്നത്. അതിൽ ശൃംഗാരവേലനെ എന്നൊരു ഗാനം, അതെല്ലാവരും കേട്ട് കാണും. അത് സാധാരണ ആൾക്കാർക്ക് പാടാൻ പറ്റില്ല, കാരണം അത്ര ഹൈ പിച്ചാണത്, നാഗസ്വരത്തിൻ്റെ പിച്ച്. അപ്പോൾ അരുണാചലം എന്ന് പറഞ്ഞ് വലിയൊരു വിദ്വാനുണ്ടായിരുന്നു. ആ അരുണാചലത്തിൻ്റെ നാഗസ്വരത്തോടൊത്ത് ഹൈ പിച്ചിലുള്ള പാട്ട് പാടേണ്ടി വന്നു. അത് ആദ്യം പീലിയിലെയാണ് ഇതിൻ്റെ സംഘാടകർ വിളിച്ചത്. അപ്പോൾ പീലിയിലെയാണ് പറഞ്ഞത്, ഇത് ഈ നാഗസ്വരത്തിൻ്റെ ശ്രുതിയിൽ എനിക്ക് പാടുവാൻ സാധിക്കില്ല, ഇത് ആന്ധ്രയിലൊരു ഉണ്ടൂരിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ വിളിച്ച് പാടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവൻ ആദ്യത്തെ പാട്ടല്ല സിനിമയിൽ, എങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത് ശൃംഗാരവേലനെയാണ്. ജാനകിയമ്മ അത് പുഷ്പം പോലെ പാടി ആ പാട്ട്. ആ പാട്ട് നിങ്ങൾ കേട്ട് കാണുമല്ലോ, എത്ര വർഷത്തിന് മുമ്പുള്ളത്. അതിൻ്റെ സ്വരവും അത് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആ നാഗസ്വരത്തിൻ്റെ ശ്രുതി പാടി എന്നുള്ളതാണ് ബുദ്ധിമുട്ടുണ്ടായ കാര്യം. അതിനുശേഷം അവർക്ക് പുറകോട്ട് നോക്കേണ്ടി വന്നില്ല, മുമ്പോട്ടുള്ള ഗമനമായിരുന്നു. 16 ഭാഷകളിൽ 50,000 പാട്ടുകളാണ് പാടിയത്. ഇവിടെ നമ്മുടെ ബഹുമാന്യപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ആ ഓരോ പാട്ടും സിറ്റുവേഷൻ അനുസരിച്ചും കഥാപാത്രങ്ങളുടെ ആ അഭിനയം അനുസരിച്ചുമുള്ള പാട്ടുകൾ.
അങ്ങനെ പാടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും എക്സ്പ്രഷൻ പാട്ടിൽ ഭാവം വരുത്തിയ ഒരു ഗായിക അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ ചിത്രയുമായിട്ട് ഞാൻ സംസാരിച്ചു. ജാനകിയമ്മയുടെ ഒരു പാട്ട് പാടിയപ്പോൾ ചിത്ര പറഞ്ഞത് എന്താണെന്നോ, എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്, ഓമിന ചേച്ചി, ജാനകിയമ്മ കൊടുക്കുന്ന എക്സ്പ്രഷൻ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല, എനിക്ക് നല്ല ഒരു ഗായികമാർക്കും കൊടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് എക്സ്പ്രഷൻ, ഭാവം, അതാണ് ആ ഫീല്, അതാണ് സംഗീതം. പിന്നെ എത്രയോ പാട്ടുകൾ പല ഭാഷകളിൽ പാടുമ്പം ആ ഭാഷയിലെ ആളായി ജാനകി. നമ്മുടെ മലയാളത്തിൽ ഒരിക്കൽ ഒരാൾ ചോദിച്ചു ജാനകിയമ്മയോട്, നിങ്ങൾ ഇത്രയും പാട്ടുകളൊക്കെ പാടുന്നുണ്ടല്ലോ മലയാളത്തിൽ, അപ്പോൾ അടുത്ത ജന്മമെങ്കിലും ഈ മലയാളിയായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ജാനകിയമ്മയുടെ മറുപടി, അടുത്ത ജന്മത്തിന് എന്തിനു പോകുന്നു, ഈ ജന്മത്തിലേ ഞാൻ മലയാളിയല്ലേ. അവരുടെ ആൻസർ അതായിരുന്നു. അപ്പം അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് ഓരോ ലാംഗ്വേജിലും ജാനകിയമ്മ പാടിയിരുന്നത്. എത്ര 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 പാട്ടുകൾ. ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാതെ എങ്ങനെ പാടാൻ പറ്റും? അർത്ഥം മനസ്സിലാക്കി തന്നെയാണ് പാടിയിരിക്കുന്നത്. പിന്നെ വേറൊരു രഹസ്യമുണ്ട്. ജാനകിയമ്മയുടെ ഹൃദയം മുഴുവൻ ദുഃഖമാണ്. ഭർത്താവ് മരിച്ചു, എല്ലാ കാര്യത്തിനും സഹായിച്ചുകൊണ്ടിരുന്ന ഭർത്താവ് മരിച്ചു. ഏക മകൻ മുരളീകൃഷ്ണൻ മരിച്ചു. ബാലമുരളിയോടുള്ള ആ പാട്ടിനോടുള്ള ആരാധന കൊണ്ടാണ് മുരളീകൃഷ്ണൻ എന്ന് പേരിട്ടത് മോൻ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മരണം ജാനകിയെ വളരെ വിളിച്ചിരുന്നു. മകൻ മരിച്ച ശേഷം പാടിയിട്ടില്ല. ഭർത്താവ് മരിച്ച ശേഷം ആളുകളുടെ സമ്മർദ്ദം മൂലം കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ അതും മനസ്സ് മുഴുവൻ ദുഃഖം ഏറി. ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഇങ്ങനത്തെ പല ശബ്ദങ്ങൾ അനുകരിച്ച് ചിരിക്കുന്ന പാട്ടുണ്ട്. ഇപ്പം നാദാമീൻ അതിൽ ചിരിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പം എങ്ങനെ ഒരു സ്ത്രീക്ക് ഹൃദയത്തിൽ ദുഃഖം വഹിച്ചുകൊണ്ട് ഇങ്ങനെ പാടാൻ സാധിക്കുന്നു? അത് ഒരു വലിയ കഴിവാണ്. പിന്നെ ഉള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഏത് സിറ്റുവേഷനിലും പാടിയുന്നു എന്ന്. അവർക്ക് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു. മിക്കവാറും പാടുമ്പം ഈ ആസ്മയുടെ അസുഖം വെച്ചാണ് ജാനകി പാടിയിരുന്നത്. പക്ഷെ ആർക്കും അറിഞ്ഞൂടാ. ഈ അസുഖം ഇങ്ങനെ ഉള്ള ആളിൻ്റെ ശബ്ദം മാറുമല്ലോ, ആ ശബ്ദം മാറാതെ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ ജാനകിയോളം പാടുന്ന ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടോ, ഇനിയും ജനിക്കുമോ? അതാണ് ചോദ്യം. പിന്നെ ഒരു കാര്യത്തിന്, ഒരു സംഭവത്തിന് ഞാൻ ദൃക്സാക്ഷിയായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ MG രാധാകൃഷ്ണൻ മൗനമേ നിറയും മൗനമേ എന്നൊരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിറയും മൗനത്തിന് ശബ്ദമില്ല, അതാണ് മേളിലോട്ട് എടുത്ത് ആ മൗനമേ എന്ന് പാടിയത്. അതിന് പല ക്രിറ്റിസിസവും വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം ഇത് പാടിയപ്പം അതിലൊരു സംഗതിയുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ജാനകി പാടി എല്ലാവരും പറഞ്ഞു നന്നായിരിക്കുന്നു, ഇനിയും പാടുകയൊന്നും വേണ്ട, റീടേക്ക് എടുക്കണ്ട, വളരെ നന്നായിട്ട് പാടി എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അത് സമ്മതമായില്ല. 100% പെർഫെക്ഷനുള്ള ഒരു വ്യക്തിയായിരുന്നു സംഗീതത്തിൽ ജാനകിയമ്മ. അവർക്കത് തൃപ്തിയായില്ല. അപ്പം ഭർത്താവ് എല്ലാത്തിലും ഇടപെടുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു പ്രസാദിന്. പ്രസാദ് എന്ന് പറയുന്നത് ഈ അമ്മാവൻ്റെ ചന്ദ്രശേഖരൻ്റെ മകനാണ്. അമ്മാവൻ്റെ മകനാണ് ജാനകിയെ വിവാഹം കഴിച്ചത്. അപ്പോൾ പ്രസാദ് പറഞ്ഞു, അത് പോതും ജാനകി, അത് പോതും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? പേശാമെ അങ്ങ് ഇരുന്നെടുക്കും. സ്വന്തം ഭർത്താവിനോട് പറഞ്ഞതാണ്. അപ്പം എന്താണ് നമ്മൾ ഇതിൽ നിന്ന് ധരിക്കേണ്ടത്?
ജാനകിയമ്മയുടെ ആത്മാർത്ഥത, സംഗീതത്തിലുള്ള ആത്മാർത്ഥത, അതാണ് ഞാൻ പറഞ്ഞ ജാനകിയമ്മയെ പോലെ ഒരാൾ ജനിച്ചിട്ടില്ല, ഇനിയും ജനിച്ചെങ്കിലേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴുള്ള ആളുകളും ജാനകിയമ്മയുടെ ഒപ്പം വരികയില്ല, ഒരിക്കലും വരികയില്ല. കാരണം ഒരു ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി പറഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശബ്ദത്തിൽ പോലും അവർ പാടുമെന്ന്. ശരിയാണ്. ഒരു പ്രായമായ 90 വയസ്സായ ഒരു വ്യക്തിയുടെ വിറയ്ക്കുന്ന ശബ്ദത്തിലും അവർ പാടും, യുവത്വം കലർന്ന ശബ്ദത്തിലും അവർ പാടും. അപ്പോൾ ഏത് ശബ്ദവും അനുകരിക്കാനുള്ള ഒരു കഴിവ് എസ് ജാനകിക്കുണ്ടായിരുന്നു. എസ് ജാനകി പോയത് നമ്മുടെയൊക്കെ നഷ്ടമാണ്. പക്ഷേ അവർ പോയെങ്കിലും ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നത്തക്കവണ്ണം ഉള്ള പാട്ടുകൾ സമ്മാനിച്ചിട്ടാണ് പോയത്. ആ ജാനകിയമ്മയ്ക്ക് പ്രണാമം, ആദരാഞ്ജലി നേരുന്നു. വേറൊന്നും എനിക്ക് പറയുവാനില്ല. ഒരുപാട് പറയുവാനുണ്ട്, പക്ഷെ പലരും ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്നെ വിളിച്ചതിന് നന്ദി, നമസ്കാരം.